പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മ രചിച്ച താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. വനവാസകാലത്ത് ശ്രീരാമചന്ദ്രനെ കണ്ടു മോഹിച്ച് പ്രണയപരവശയായി താടക എന്ന രാജകുമാരി അടുത്തെത്തുന്നതും വിശ്വാമിത്ര മഹർഷിയുടെ കോപാജ്ഞയ്ക്ക് കീഴ്പ്പെട്ട് യുവതിയെ ശ്രീരാമൻ വധിച്ചു കളയുന്നതുമാണ് ഈ കവിതയിലെ സന്ദർഭം. ആലാപനം പ്രഭാകരൻ ആറന്മുള. ഇന്ത്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. ഇന്ത്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരി ഞാൻ താടക. ദ്രാവിഡ രാജകുമാരി ഞാൻ താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിനുന്മാദം ഉണർത്തുമാ മോഹന ഗോപാംഗ പങ്കി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പ ശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ. താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഗീതയാകെ തിരുത്തി കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീദാന ഭൂമിയിൽ യാഗ പശുക്കളെ മേച്ച നാൾ. ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ടു ചവിട്ടിയുടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദം മഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്സിതൻ കണ്ണുകൾ. താടി വളർത്തും തപസ്സിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി
ദാശരഥിതൻ അരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കങ്ങളിൽ താടക തൻ തളിർ താമരമൊട്ടിളം കൈവിരൽ ഓടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർ വികാരമുണരവേ. ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. ആര്യവംശത്തിനടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ്ണ സിംഹാസനം. ചുറ്റും ഉറങ്ങി കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി. യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു. വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലൂ. നിശാചരി താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി. സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം. സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം.